ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെറ്റ്സ് ചാറ്റ്. ഞാൻ സൂക്ഷ്മദർശിനി എന്ന മൂവി തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഈ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ, എൻ്റെ കുറച്ച് തോട്ട്സ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ബേസിലിൻ്റെ പടം എന്ന് പറയുമ്പം എപ്പോഴും നമുക്കൊരു എന്തായാലും മോശം വരില്ല എന്നൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. മിക്കവാറും നല്ല കോമഡി എലമെൻറ്റ്സ് ഉള്ള പടങ്ങളാണല്ലോ അദ്ദേഹം കൂടുതലും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ജയ് 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 ഹേ എന്നുള്ളൊരു മൂവി എടുത്ത് നോക്കിയാൽ നമുക്കതിൽ ഒത്തിരി കോമഡി ഉണ്ട്. പക്ഷേ ബേസിൽ അതിൽ കോമഡി ഒന്നും ചെയ്യുന്നില്ല. ബേസിൽ അത്യാവശ്യം മുരണ്ടനായ പെരുക്കനായ ഒരു സീരിയസ് ഹസ്ബൻഡായിട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൂവിക്ക് ശേഷം കുറച്ചും കൂടി വില്ലനായിട്ട് ഉള്ളൊരു റോളിൽ ബേസിൽ വന്നൊരു പടമായിരുന്നു ഇത്. ബേസിലിൻ്റെ ഒരു പടം വിത്ത് ദ കോമ്പിനേഷൻ ഓഫ് നസ്രിയ കമ്മിങ് ബാക്ക് ആഫ്റ്റർ എ ലോങ് വൈൽ. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇരിക്കും, എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല പടത്തെക്കുറിച്ച്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇവർ ഒരു പെയറായിട്ട് വരുമോ, ഇനിയിപ്പോൾ ബ്രദർ സിസ്റ്ററായിട്ട് വരുമോ, എന്തായിരിക്കും ഇവരുടെ ഇക്വേഷൻ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെയോ ജസ്റ്റ് ട്രെയിലറിൽ എന്തോ ഇങ്ങനെ മനസ്സിലായി, ഇവർ നെയ്ബേഴ്സാണ്, 2 വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു നെയ്ബർ ചെയ്യുന്ന എന്തൊക്കെയോ ഒരു കാര്യം മറ്റൊരാൾ കണ്ടുപിടിക്കുന്നതാണ് കഥ. എൻ്റെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയണം. നസ്രിയെ കുറേ കാലത്തിന് ശേഷം ബിഗ് സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം നസ്രിയയും ബേസിലും വരുന്ന സീനുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കെമിസ്ട്രിയാണ് അവർ തമ്മിലുള്ളത്. നമ്മൾ സാധാരണ 2 മെയിൻ ലീഡ് ആക്ടേഴ്സ് തമ്മിലൊരു കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതുണ്ടല്ലോ, അതല്ല അവിടെയുള്ളത്. ഓഫ് കോഴ്സ് അവർ 2 നെയ്ബേഴ്സാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലീഡ് ക്യാരക്ടേഴ്സിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ അയൽവക്കക്കാരായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 പേര്, ഒന്ന് നമ്മുടെ ആവേശത്തിൽ ഒരു ചേച്ചിയുടെ റോള് ചെയ്ത ആക്ട്രസ് പൂജ എന്നാണ് അവരുടെ പേര്. പിന്നെ ഒന്ന് നമ്മുടെ പ്രേമലുവിലത്തെ ഫ്രണ്ട് അഖില എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇവർ 2 പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ആ മൂവിയിൽ മാക്സിമം കോമിക് എലമെൻസും വന്നിട്ടുള്ളത് ഇവരുടെ കയ്യിൽ നിന്നാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനെ കുറേ കാലത്തിന് ശേഷം പുള്ളി ചെയ്യേണ്ടത് ഒരു ടൈപ്പ് ഓഫ് ഒരു ഓക്വേർഡ്, ഒരു ഇൻട്രോവേർട്ടഡ്, ഒരു ജീനിയസ്, അങ്ങനത്തെ ഒരു റോളാണ് ചെയ്യേണ്ടത്. അതിൻ്റെ എല്ലാ ഓക്വേർഡ്നെസ്സോടും കൂടി നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംവേർ എനിക്ക് നമ്മുടെ പണ്ട് ലാലിൻ്റെയൊക്കെ ചില സീനുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തെങ്കാശി പട്ടണത്തിലൊക്കെ ഉള്ള ലാലിൻ്റെ ഒരു എന്തൊക്കെ ചെറിയൊരു മാനറിസംസിനോടൊക്കെ എനിക്കൊരു സിമിലാരിറ്റി തോന്നി. ഈ 3 പേരുടെ ആക്ടിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവരുടെ ക്യാരക്ടേഴ്സിനെ ടു ദ ടി പെർഫെക്റ്റായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ആവുന്ന വരയ്ക്കും നമുക്ക് എന്താണ് ഇതിലത്തെ മെയിൻ സസ്പെൻസ് എന്ന് പിടികിട്ടുന്നില്ല. അതായത് ഒരു ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട് അവസാനം. അതുവരെ അപ്പം വി ആർ ഗ്ലൂഡ് ടു ദ സ്ക്രീൻ. ഞാനെപ്പോഴും ഈ മിസ്റ്ററി ത്രില്ലേഴ്സ് കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ കാണുമ്പോഴത്തേക്ക് ഇത് എന്തായിരിക്കും എൻ്റെ തലയ്ക്കകത്തിട്ട് ഇങ്ങനെ ഞാനിതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ ഇതിങ്ങനെയായിരിക്കും, ഇതിപ്പോൾ അങ്ങനെയായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പം ഒരു 80% ഓഫ് ദി ടൈം എനിക്ക് ഏകദേശം പിടികിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ അവസാനം വരെ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പല കഥകളും ഉണ്ടാക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓക്കെ, അമ്മ മുരടനായ മകൻ അമ്മയെ ആരോടും മിണ്ടാനൊന്നും സമ്മതിക്കുന്നില്ല. ഞാനിങ്ങനെ വിചാരിച്ചു സുകുമാരക്കുറുപ്പ് സ്റ്റൈൽ എന്തെങ്കിലും ആയിരിക്കുമോ ഇനിയിപ്പം ഞാൻ കൂടുതൽ ആ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസം പോയി. അപ്പോൾ ആ ഒരു എലമെൻറ്റ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ അതും കഥ മനസ്സിലായവരുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് പിടികിട്ടാത്തതുകൊണ്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കാണുമായിരുന്നു. എവിടെയാ എന്താ പ്രശ്നം, ആരപ്പോൾ ഇതിൽ വില്ലൻ എന്നൊക്കെ നമ്മളിങ്ങനെ മാറി മറിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അതുപോലെ എനിക്ക് നസ്രിയയുടെ ക്യാരക്ടറിൽ എനിക്ക് തോന്നിയൊരു പ്രത്യേകത, ഇതിനു മുൻപ് നസ്രിയ കൂടെ എന്ന് പറഞ്ഞ മൂവിയിലാണ്. കൂടെയിൽ നസ്രിയ ഒരു പൃഥ്വിരാജിൻ്റെ ഒരു യങ്കർ സിസ്റ്റർ എന്നുള്ളൊരു റോളാണ് ചെയ്തത്. അതിനു മുൻപ് ബാംഗ്ലൂർ ഡേയ്സിൽ ഐ ഡോണ്ട് തിങ്ക് നസ്രിയ എപ്പോഴെങ്കിലും ഒരു അമ്മയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു മുൻപ്. ആൻഡ് ഓം ശാന്തി ഓശാനയിലേക്കുള്ളൊരു നസ്രിയനെ നമുക്കറിയാമല്ലോ. എനിക്ക് ചില സമയത്ത് നസ്രിയയുടെ ചില അഭിനയങ്ങൾ കാണുമ്പോൾ കുറച്ച് മുൻപത്തെ ചില ഹിന്ദി മൂവീസിൽ കരീന കപൂറിൻ്റെ അഭിനയമായിട്ട് എനിക്ക് ഭയങ്കര സിമിലറായിട്ട് തോന്നാറുണ്ട്. ഒരു എക്സ്ട്രാ ഓവർ ദ ടോപ്പ് എക്സ്യൂബറൻറ്റ് എനർജിയൊക്കെ കാണിക്കുന്ന ചില ക്യാരക്ടേഴ്സ് കരീന കപൂറും ചെയ്യാറുണ്ട്. ഓം ശാന്തി ഓശാനയിലെ നസ്രിയ ഈസ് എക്സാക്ട്ലി
ആ ഒരു മോൾഡിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നസ്രിയ ആക്ട് ചെയ്യുന്നത് ഒരു ഭാര്യയായിട്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ്. ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമായിട്ടുള്ളൊരു കെമിസ്ട്രി ഒന്നും അത്ര വലിയ വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ പഴയ നസ്രിയയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നസ്രിയയെ ഇവിടെ കാണിക്കുമ്പോൾ മേ ബി ഒരു 30 വയസ്സായ ഒരാളെന്നുള്ളൊരു റോളിലാണ് കാണിക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ഒരു സീൻ പറയുവാണെങ്കിൽ നസ്രിയ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഒരു പാർട്ട് ക്ലിയർ ആയി എന്നുള്ളൊരു കോൾ വരുന്നു. അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വരുന്നത് നസ്രിയ ഒരു സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുകയാണ് മോളെ സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ട്. ഇത് കേട്ടപാട് ഇങ്ങനെ മൊബൈൽ എടുക്കുന്നു. ഇത് കേട്ടപാട് എന്ന് പറഞ്ഞൊരു ചാട്ടമുണ്ട്. ഈ ചാട്ടം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ശരിക്കും എനിക്ക് ഒരു സെക്കൻഡിൽ ഓം ശാന്തി ഓശാനയിൽ നസ്രിയ അവിടെ വന്ന് നിൽക്കുന്ന പോലെ ആ സെയിം ആ ഒരു സ്റ്റൈൽ അത് തന്നെയാണ് ഫീൽ ചെയ്തത്. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് കണ്ടവരാണ് പറയേണ്ടത്. ദെൻ നസ്രിയയുടെ ഹസ്ബൻഡായിട്ട് ആക്ട് ചെയ്ത ആൾ എനിക്കറിയില്ല, പുതുമുഖമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ റോളിൽ അത്യാവശ്യം അത്രേ ചെയ്യാനുള്ളത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ബേസിൽ കൊള്ളായിരുന്നു. ബേസിൽ ആസ് എ സൈക്കോ, ബേസിൽ ആസ് എ വില്ലൻ കൊള്ളാമായിരുന്നു. ചില സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കോമഡിയൊക്കെ പറഞ്ഞും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും ഇദ്ദേഹത്തിൻ്റെ ചിരിയും ഒക്കെ കേട്ട് ശീലിച്ചിട്ട് ഇങ്ങനെ ഒരു വില്ലനായി കാണുമ്പോൾ നമുക്ക് അതേ ഡെപ്തിൽ നമുക്ക് തന്നെ ഒരു സീരിയസ്നെസ്സും ഭയമൊക്കെ തോന്നുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ ബേസിലിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. മിസ്റ്ററി ത്രില്ലർ തരത്തിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വീട്ടിലായാലും ടി വിയിൽ നിന്ന് കാണാവുന്നതേ ഉള്ളൂ. എനിക്കെപ്പോഴും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറയാൻ തോന്നുന്ന ഒരുപാട് എന്തെങ്കിലും ക്യാമറ ടെക്നിക്സോ ഒരുപാട് ആക്ഷൻ രംഗങ്ങളോ 3D അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ കണ്ടാലേ ശരിയാവുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് പക്ഷെ ഒരിക്കലും മിസ്സാക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ കണ്ടിരിക്കേണ്ട ഒരു 10 പടങ്ങൾ എന്ന് പറയുവാണെങ്കിൽ അതിലൊന്നായിട്ട് എടുക്കാവുന്ന ഒരു മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിലോ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ TV-യിൽ OTT-യിൽ ഏതെങ്കിലുമൊക്കെ വരുമായിരിക്കും. അപ്പോൾ മിസ്സാക്കാതെ കണ്ടു നോക്കണം. ഇനിയുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കതിൽ തോന്നിയ ചില മിസ്മാച്ചുകളും ചില കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടും സ്പോയിലർ വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയ കാര്യം, ഇതിലൊരു വ്യക്തി കുറേ സമയത്തിന് ശേഷം ഏകദേശം മൂവിയുടെ അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തി കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയോട് അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാണ് ആളെ കൊന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ആൾ മരിച്ചതിന് ശേഷം ഇയാളുടെ ഫോൺ വേറെ ഒരാളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അവസാനം അറിയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ആൾ ഒരു സ്ഥലത്തോട്ട് പോയി, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, കൂടുതൽ പറഞ്ഞാൽ കംപ്ലീറ്റ് സ്പോയിലറായി പോകുന്നുള്ളതാണ്. ഒരാളൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോയി ആൻഡ് അപ്പോൾ ഇവിടെ നിന്ന് നസ്രിയ അയാളെ ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോൺടാക്റ്റ് ചെയ്യുമ്പം മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടും ഒക്കെയാണ് അവർ കൺവേഴ്സ് ചെയ്യുന്നത്. ഇതിൽ ഇടയ്ക്ക് നസ്രിയ വോയിസ് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരും തിരിച്ച് വോയിസ് ഇടുന്നുണ്ട്. കഥയുടെ അവസാനം നമുക്ക് മനസ്സിലാവും ഈ സമയത്തൊക്കെ ഈ വ്യക്തിയുടെ ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ഒരാളാണ്. ഈ ആൾ മരിച്ചു കഴിഞ്ഞ ആൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വോയിസ് ഇട്ടത് എന്നത് എനിക്കൊരു പിടിയും കിട്ടിയില്ല. മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും AI ടെക്നോളജി യൂസ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഒരു ആണിൻ്റെ വോയിസ് പെണ്ണിൻ്റെ ആക്കാനും പെണ്ണിൻ്റെ ആണിൻ്റെ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാവാം എന്ന് വിചാരിക്കാം. പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ഇപ്പോൾ വോയിസ് ഇടുന്നതിന് പകരം അതിന് ടൈപ്പ് ചെയ്തിട്ടാൽ മതിയല്ലോ. അയാൾ ടോക്ക് ടു യു ലേറ്റർ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ നത്തിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് തന്നെ ഇട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവർ എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് അവസാനം കുറച്ച് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമായിരുന്നു. ഒരു ആപ്പ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യുന്നതോ മറ്റോ കാണിക്കാമായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിപ്പോയേനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സീരിയസ് കാര്യം എല്ലാവർക്കും മിസ്സായി പോയതെന്ന് അറിയില്ല. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യൂ പ്ലീസ്. എനിക്കതാണ് തോന്നിയത്. അത് അവർക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നമ്മൾ ഈ പണ്ട് കാലത്ത് നമ്മൾ മിസ്റ്ററി സ്റ്റോറീസൊക്കെ വായിക്കും. ഈ 5 ഫൈൻഡ് ഔട്ടേഴ്സ്, ഹാർഡി ബോയ്സ്, നാൻസി ഡ്രൂ എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ വായിക്കുന്ന തരം മിസ്റ്ററി ത്രില്ലേഴ്സ്. അപ്പോൾ ഇതിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 പിള്ളേരായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ 5 പിള്ളേർ. അതാണ് ഇവർ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ രാത്രി അവരെ ഫോളോ ചെയ്യാനൊക്കെ തീരുമാനിക്കും.
അപ്പം നമ്മൾ കുഞ്ഞി പിള്ളേരാണല്ലോ, നമ്മൾ ഈ 12-13 വയസ്സിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ അയ്യോ ഇപ്പം എന്താവും, ഇവരവരെ തേടി രാത്രി പോകുന്നു, ഇവരെ പിടിക്കുമോ, വില്ലന്മാർ ഇവരെ പിടിക്കുമോ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കും നമ്മൾ കുഞ്ഞി പിള്ളേരായതുകൊണ്ട്. ആ ലെവലിലുള്ള കുറേ കുറ്റാന്വേഷണം ഇതിൽ കണ്ടു. എന്നുവെച്ചാൽ ഒരു പ്രശ്നം വ്യക്തമായി മനസ്സിലായതിന് ശേഷം നസ്രിയ തനിച്ച് അങ്ങ് പുറപ്പെടുകയാണ്. ഭർത്താവിനെ പോലും ഇൻഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പോലീസിനെ വേണമെങ്കിൽ ഇൻഫോം ചെയ്യാം. എനിക്ക് ഇത്രയും കാര്യങ്ങളിൽ സംശയമുണ്ട്. ഉള്ള ഡീറ്റെയിൽസായിട്ട് പോലീസിൻ്റെ അടുത്ത് ചെല്ലാവുന്നതേ ഉള്ളൂ. ഷീ ഈവൻ ഹാഡ് സം സാമ്പിൾസ്, ലാബിൽ ടെസ്റ്റ് ചെയ്ത സാമ്പിൾസ് വരെ കയ്യിലുള്ളപ്പോൾ നേരെ പോലീസിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിന് പകരം പുള്ളിക്കാരെ തന്നെ ഒരു ഡിറ്റക്റ്റീവായി, ഒരു നാൻസി ഡ്രൂ ആയി മാറി അവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ഒരു പുതിയ ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ പോയിട്ട് കുറേ നേരം അവരവിടെ വരുന്ന വിചാരിച്ച് കാത്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു 3 മണിക്കാണ് ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ വെച്ചാണ് ഇവൾക്ക് മനസ്സിലാവുന്ന കാര്യം. അത് കഴിഞ്ഞ് രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞൊരു സമയത്താണ് പിന്നെ സീൻ വരുന്നത്. അതുവരെയുള്ള സമയം ഇവൾ ഈ ബേക്കറിയിൽ പോയി ഇവരെ കാത്തിരിക്കുന്നു. വാട്ട് ഡിഡ് ഷീ തിങ്ക്? അവർ നേരെ ബേക്കറിയിലേക്ക് വരുമെന്ന് അവൾ വിശ്വസിച്ചു എന്നാണോ? ഇത്രയും പ്രഷ്യസായ ടൈം അവൾ എന്തിനു വേസ്റ്റ് ചെയ്തു? അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മൈൻഡിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കഥയിൽ ചോദ്യമില്ലല്ലോ എന്ന ഒരു കാര്യത്തിലോട്ട് നമുക്കതിനെ വെക്കാമെന്ന് തോന്നുന്നു. കാരണം എല്ലാ ലൂപ്പ് ഹോൾസും ക്ലോസ് ചെയ്തിട്ട് ഒരു കഥ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മിസ്റ്ററി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ എനിക്ക് പ്രകടമായി തോന്നിയ ചില കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ബട്ട് മൊത്തത്തിലുള്ള കഥയോ സിനിമയുടെ ആസ്വാദനത്തെ ഒരു രീതിയിലും അത് ബാധിക്കുന്നില്ല കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ പടം കാണാൻ പറ്റും. നമുക്കല്ല സസ്പെൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ ത്രില്ലൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇവള് തനിച്ച് പോയാൽ ശരിയാവില്ല എന്ന് നമുക്ക് അറിയാമല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് സീനുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾ ടുഗെദർ ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഇതിൽ വില്ലൻ റിവീൽ ചെയ്യുന്നൊരു പാട്ടാണ്. അത് എനിക്ക് കാരണം എനിക്കൊരു തരത്തിലും ഗസ് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ളതും പലപ്പോഴും നടന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു വലിയ പുതുമയൊന്നുമില്ല അതിൽ. പക്ഷേ അതിനെ ഈ ഒരു രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ നമ്മളെ ഒരു വഴിക്ക് അങ്ങ് തിരിച്ചു വിട്ടിട്ട് പാരലലി വേറൊരു കഥ ഇപ്പുറത്ത് കൂടെ അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്നൊരു രീതിയിലാണ് തോന്നിയത്. എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സാധിക്കുന്നവരെല്ലാം പോയി കണ്ടു നോക്കൂ. കണ്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ്, നിങ്ങൾക്ക് തോന്നിയ ചില അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. സീ യു നെക്സ്റ്റ് ടൈം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.